ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാനിനുള്ളിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇത് ഈ ആയുധ സംവിധാനത്തിന്റെ ആദ്യത്തെ അറിയപ്പെടുന്ന യുദ്ധ ഉപയോഗമായി അടയാളപ്പെടുത്തി. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രതികാര നടപടിയായി 2025 മെയ് 7-ന് രാത്രിയിലാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു. പാകിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന ഭീകര ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ സൈന്യം 9 സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടു. സിവിലിയൻ, സാമ്പത്തിക, പ്രധാന സൈനിക സൗകര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക എന്നതായിരുന്നു ഈ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് ഇന്ത്യൻ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നു. ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പം റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഫ്രഞ്ച് നിർമ്മിത സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകൾ, ഹാമർ ബോംബുകൾ തുടങ്ങിയ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും ഇന്ത്യ വിന്യസിച്ചു. ഏകദേശം 23 മുതൽ 25 മിനിറ്റ് നീണ്ടുനിന്ന ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാതെ തന്നെ മിസൈലുകളുടെയും യുദ്ധോപകരണങ്ങളുടെയും കൃത്യമായ വിക്ഷേപണം നടത്തിയിരുന്നു. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഈ ആക്രമണങ്ങളെ കേന്ദ്രീകൃതവും ആളന്നതും വ്യാപനം കുറയ്ക്കാത്തതുമാണെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ആക്രമണങ്ങളിൽ നൂർഖാൻ, റഫീഖി, മുരീദ്, സ്കർദു, ഭോലാരി, ജേക്കബാദ്, സർഗോദ എന്നിവിടങ്ങളിലെ വ്യോമസേനാ താവളങ്ങളും പാസ്ലൂരിലെയും സിയാൽകോട്ടിലെയും റഡാർ ഇൻസ്റ്റാളേഷനുകളും ഉൾപ്പെടുന്നു. ബ്രഹ്മോസ് മിസൈലുകളുടെ ഉപയോഗം പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി അംഗീകരിക്കുകയും ഇന്ത്യയുടെ നടപടികളെ പ്രകോപനമില്ലാതെയുള്ള ആക്രമണമായി വിശേഷിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് പാകിസ്ഥാന്റെ സ്വന്തം പ്രതികാര നടപടിയായ ബെനിയൻ ഉൽ മർസൂസിലേക്ക് നയിച്ചു. ഇന്ത്യയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഡ്രോണുകൾ വിക്ഷേപിച്ചുകൊണ്ട് പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാക്കിയെങ്കിലും ഇന്ത്യയുടെ S-400 ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെ കൃത്യമായി തടഞ്ഞു. പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ കൃത്യമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇന്ത്യയും സമാനമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു. ബ്രഹ്മോസ് മിസൈലിന്റെ പോരാട്ട ശേഷി ഇന്ത്യ ഒരു യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ പ്രദർശിപ്പിച്ച ആദ്യ ഉദാഹരണമാണിത്. ബ്രഹ്മോസ് ഉപയോഗിച്ചതായി ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനകൾ ഉൾപ്പെടെ നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ തീവ്രവാദ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇരുപക്ഷവും നൂതന മിസൈലുകൾ, ഡ്രോണുകൾ, ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന പ്രാദേശിക സൈനിക ഇടപെടലുകളുടെ പരിണമിക്കുന്ന സ്വഭാവത്തെ ഈ ഓപ്പറേഷൻ അടിവരയിടുന്നു. സിർസയ്ക്ക് സമീപം പാകിസ്ഥാൻ അയച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ തടഞ്ഞതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി ഇന്ത്യ പാകിസ്ഥാനെതിരെ വൻതോതിലുള്ള പ്രതികാര നടപടി ആരംഭിച്ചതോടെ നാടകീയമായൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ദ്രുതഗതിയിലുള്ള സൈനിക കൈമാറ്റങ്ങളും അടിയന്തര നയതന്ത്ര ഇടപെടലുകളും അടയാളപ്പെടുത്തിയ സംഭവങ്ങളുടെ പരമ്പര വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുൻപ് 2 ആണവായുധ അയൽക്കാരെയും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതോടെയാണ് പ്രതിസന്ധി ആരംഭിച്ചത്. സിർസയ്ക്ക് സമീപം ഇത് വിജയകരമായി തകർത്തുവെങ്കിലും ഇതിനു മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള അംഗീകാരത്തോടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്നും വിക്ഷേപിച്ച ഹാമർ സ്കൽപ്പ് മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യ 10 പ്രധാന പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി. മുൻ ഓപ്പറേഷൻ സിന്ദൂറിനേക്കാൾ വളരെ വലുതും ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും അഭൂതപൂർവമായ ഒരു ആക്രമണമായാണ് ഈ ഓപ്പറേഷനെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത് എന്നതിൽ നിന്നും ഈ ആക്രമണത്തിന്റെ വ്യാപ്തി നമുക്ക് ഊഹിക്കാൻ കഴിയും. വെറും 90 മിനിറ്റിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിനുള്ളിലെ പ്രധാന വ്യോമത്താവളങ്ങളായ നൂർഖാൻ, നഫീഖി, മുരീദ്, സുക്കൂർ, സിയാൽകോട്ട്, സർഗോദ, സ്കാർഡു, ബൊളാരി, ജേക്കബാദ്, പാസ്രൂർ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു. കൂടാതെ ചുനിയാൻ റഡാർ ഇൻസ്റ്റാളേഷൻ നശിപ്പിച്ചതോടെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ നിരീക്ഷണ ശേഷികളെ കൂടുതൽ ദുർബലപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പാകിസ്ഥാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ ആക്രമണങ്ങൾ എങ്ങനെ ബാധിച്ചുവെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി നൂർഖാൻ എയർബേസ്. ഇസ്ലാമാബാദിനടുത്തുള്ള ഒരു കേന്ദ്ര ഗതാഗത കേന്ദ്രമെന്ന നിലയിലും ആണവായുധ ശേഖരത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷന്റെ ആസ്ഥാനത്തിന് സമീപവുമായതുകൊണ്ട് ഈ ബേസിനുണ്ടായ നാശനഷ്ടം പാകിസ്ഥാൻ വ്യോമസേനയ്ക്കുള്ളിലെ സുപ്രധാന ലോജിസ്റ്റിക്കൽ കമാൻഡ് ബന്ധങ്ങൾ വിച്ഛേദിച്ചു. രണ്ടാമതായി റഫീഖി വ്യോമത്താവളം. ഈ പ്രധാന യുദ്ധവിമാനത്താവളം നശിപ്പിക്കപ്പെട്ടത് മുൻനിര സ്ക്വാഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കുകയും ഇത് പ്രത്യാക്രമണങ്ങൾ നടത്താനുള്ള പാകിസ്ഥാന്റെ കഴിവിനെ ഗണ്യമായി ദുർബലപ്പെടുത്തുകയും ചെയ്തു. മൂന്നാമതായി മുരീദ് വ്യോമത്താവളം. ഈ താവളത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം പൈലറ്റുമാരുടെ പരിശീലനത്തെയും മിസൈൽ സംഭരണ ശേഷിയും തടസ്സപ്പെടുത്തുകയും ഇത് പാകിസ്ഥാന്റെ ദീർഘകാല വ്യോമ സന്നദ്ധതയെ ബാധിക്കുകയും ചെയ്തു. നാലാമതായി സർഗോദ വ്യോമത്താവളം. എലൈറ്റ് സ്ക്വാഡ്രോണുകളുടെയും ന്യൂക്ലിയർ ഡെലിവറി പ്ലാറ്റ്ഫോമുകളുടെയും ആസ്ഥാനമായിരുന്ന ഇതിന്റെ നാശം പാകിസ്ഥാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ ഘടനയെ സാരമായി തളർത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അഞ്ചാമതായി സ്കാർഡു, സുക്കൂർ, ബൊളാരി വ്യോമത്താവളങ്ങൾ. ഈ ആക്രമണങ്ങൾ വടക്കൻ നിരീക്ഷണത്തെ തടസ്സപ്പെടുത്തുകയും തെക്കൻ ലോജിസ്റ്റിക്കൽ ഇടനാഴികളെ മുറിക്കുകയും തീരദേശ പ്രതിരോധം ഇല്ലാതാക്കി കറാച്ചിയും തെക്കൻ ഭാഗത്തെയും ദുർബലമാക്കുകയും ചെയ്തു.
പാകിസ്ഥാൻ പ്രദേശത്തിന്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്താനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും തടസ്സപ്പെടുത്താനുമുള്ള ഇന്ത്യയുടെ കഴിവ് ഈ ഏകോപിതാക്രമണങ്ങൾ പ്രകടമാക്കുകയും അതോടൊപ്പം പാകിസ്ഥാന്റെ സൈനിക നിലപാടിലെ ദുർബലതകൾ തുറന്നുകാട്ടുകയും ചെയ്തു. ഭീകരതയ്ക്കും അതിർത്തി കടന്നുള്ള ആക്രമണത്തിനുമുള്ള നേരിട്ടുള്ള പ്രതികരണമായാണ് തങ്ങളുടെ നടപടികളെന്ന് ഇന്ത്യ വ്യക്തമാക്കിയത് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പുതിയ നയത്തെ സൂചിപ്പിക്കുന്നു. ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും യുദ്ധമായി കണക്കാക്കുമെന്ന് സർക്കാർ കൃത്യമായ മുന്നറിയിപ്പ് നൽകി. സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതുപോലുള്ള സൈനികേതര നടപടികളുമായി ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾ പാകിസ്ഥാന് മേൽ നയതന്ത്രപരവും സാമ്പത്തികപരവുമായ വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ പ്രദേശത്തെ ഭീകര കേന്ദ്രങ്ങളെ നിർവീര്യമാക്കിയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ദീർഘകാലത്തേക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടും ഇന്ത്യയുടെ ശക്തിയും കഴിവും തെളിയിച്ചിരുന്നു. മെയ് 9 നടന്ന തുടർന്നുള്ള ആക്രമണങ്ങൾ ഇന്ത്യയുടെ സൈനികാധിപത്യത്തെയും ദൃഢനിശ്ചയത്തെയും ശക്തിപ്പെടുത്തിയിരുന്നു. വെള്ളിയാഴ്ച രാത്രിയിലും അതിനടുത്ത ദിവസവും നടന്ന സംഭവങ്ങൾ സമീപകാല ഇന്ത്യ പാകിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ സംഘർഷങ്ങളിലൊന്നായി അടയാളപ്പെടുത്തി. ഇന്ത്യ അപകടകാരികളായ ബ്രഹ്മോസ്, ഹാമർ, സ്കൽപ് മിസൈലുകൾ ഉപയോഗിച്ചത് പാകിസ്ഥാന്റെ നിർണായക സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ തളർത്തിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വെടിനിർത്തൽ ഉടനടിയുള്ള ശത്രുതകൾ അവസാനിപ്പിക്കുന്നതിനോടൊപ്പം വ്യക്തമായൊരു സന്ദേശവും അവശേഷിപ്പിക്കുന്നു. അതായത് ഇന്ത്യ തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ നിർണായകമായി പ്രവർത്തിക്കും. അതിനാൽ തന്നെ ഭാവിയിലെ ഏത് പ്രകോപനവും ശക്തമായ പ്രതികരണം ക്ഷണിച്ചു വരുത്തും. ഈ പ്രതിസന്ധി പാകിസ്ഥാനിൽ ദീർഘകാല നയതന്ത്രപരവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനോടൊപ്പം തീവ്രവാദത്തോടുള്ള ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വീണ്ടും ലോകത്തിനു മുന്നിൽ ഉറപ്പിക്കുകയും ചെയ്തു.